ഷിജുവായിട്ട് ഇന്നത്തെ ടോപ്പിക് എടുക്കാൻ പോകുന്നത് വെസ്റ്റേഷൻ വാർ, എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേൽ ഈ വാറിനെ നോക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെ എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം ചില ഇൻഫർമേഷൻ പല ഭാഗത്തു നിന്ന് ഏകദേശം 5-6 ദിവസത്തിൽ വാർ നിൽക്കാൻ പോവുകയാണ്. അതായത് ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് ഏകദേശം നല്ലപോലെ കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേപോലെ തന്നെ ഹോർമസ്. ഇതുമായിട്ട് ഇതിനെപ്പറ്റി ഷിജുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഷിജു, നമസ്കാരം. നമസ്കാരം. ഈ വാറുമായി ബന്ധപ്പെട്ട്, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അത് വൈഡായിട്ട് എസ്കലേറ്റ് ചെയ്തു. മറ്റുള്ള അറബ് രാജ്യങ്ങളായി ഇത് ഇൻവോൾവായി. കാരണം അവർ തിരിച്ചറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ എക്കോണമിയും അവരുടെ ടൂറിസം എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എമിറേറ്റ്സിൻ്റെ ഓപ്പറേഷൻ പഴയ രീതിയിലോട്ടായത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ രാജ്യങ്ങൾക്ക്, ഈ അറബ് രാജ്യങ്ങൾ, അവർ വാറിനെ പറ്റി, പഴയ ഗൾഫ് വാറിനെ പറ്റി അതറിയുക. അപ്പം അതിനുശേഷം ഇന്നത്തെ തലമുറ ഈ വാർ ഇപ്പോഴേ ഇത് കാണുന്നത് എന്താണ് ഈ വാർ എന്ന് നോക്കും. എന്താണ് ഈ വാറിനെ പറ്റി ഷിജുവിൻ്റെ അഭിപ്രായം? അതെ, നമസ്കാരം മാത്യു. ഗുഡ് ടു സീ അഗൈൻ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായം ഇസ്രയേൽ അമേരിക്കയിലേക്ക് വലിച്ചഴിച്ചതാണോ, അതോ അമേരിക്ക മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ, അതോ അറബ് രാജ്യങ്ങൾ വലിച്ചഴിച്ചത്, നമുക്കിപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രംപ് 2ാം തവണ അധികാരത്തിൽ വരുമ്പോഴേ ഒന്നാലോചിക്കണം, അമേരിക്ക ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഒന്നായിരുന്നു അമേരിക്കയുടെ വർദ്ധിച്ച ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് $30 ട്രില്യൺ ഈ GDP ഉള്ള രാജ്യത്തിന് ഏകദേശം $40 ട്രില്യൺ നാഷണൽ ഡെറ്റ് ഉണ്ട്. അപ്പൊ ആ നാഷണൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ബാറ്റിന്റെ കാലത്തൊക്കെ കോവിഡ് കാലത്തൊക്കെ വളരെയധികം വർദ്ധിച്ചെങ്കിലും അത് 120% നാഷണൽ ഡെറ്റ് ഉണ്ട്. അങ്ങനെ ഒരു രാജ്യം ഇല്ല എന്നല്ല, പക്ഷെങ്കിൽ അത് ഭീമമായ ഒരു 6 to 8 ബില്യൺ ഡോളറാണ് ഓരോ ദിവസവും കടം വർദ്ധിക്കുന്നത്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനുള്ളത് ഒരു പ്രധാന വിഷയം തന്നെയാണ്, എക്കണോമിക് വിഷയം തന്നെയാണ്. മുൻകാലങ്ങളിൽ, അടുത്ത കാലങ്ങളിൽ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് അഡ്രസ് ചെയ്യാനൊരു വിഷയമായിരുന്നു. അതിന്റെ പുറമെയാണ് ഈ ട്രേഡിനകത്തെ ഡെഫിസിറ്റ്. 800 to 900 ബില്യൺ, ഏകദേശം $1 ട്രില്യൺ ഡെഫിസിറ്റ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായിരുന്നു നിങ്ങൾ കണ്ട ടാരിഫ് നിയന്ത്രണങ്ങളും ഇമ്പോർട്ട് നിയന്ത്രണങ്ങളും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കൂട്ടത്തിൽ അപ്പൊ അമേരിക്ക ഫേസ് ചെയ്ത വലിയ പ്രശ്നമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാത്യു സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഈ റേഗത്തിനകത്തുണ്ടായ ചൈനയുടെ നിയന്ത്രണം. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി അമേരിക്ക കണ്ടുപിടിച്ച മാർഗം തന്നെയാണ് ഈ ഓയിലിനകത്തുള്ള എനർജിക്കകത്ത് ഡോമിനൻസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി വെനിസ്വലെ അമേരിക്കയുടെ പക്ഷത്താക്കിയെന്ന് മാത്രമല്ല, പിന്നീട് ഏറ്റവും വലിയ പ്രതിയോഗിയായിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് പിന്നെ എക്കണോമിക് മാറ്ററിൽ ഒരു ഗ്ലോബൽ വേയില് അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിട്ട് വളർന്നു വരുന്ന ചൈനയെ നിയന്ത്രിക്കാനുള്ള ഇത് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്ന ഒരു സംശയവുമില്ല. അതിനകത്ത് ഇസ്രയേലിന് താല്പര്യമുണ്ടോ എന്ന് ഇത് താല്പര്യമുണ്ട്. എന്നിട്ട് ഇസ്രയേലിന് താല്പര്യം ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ താല്പര്യം എന്തായിരുന്നു? ഇറാന്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ഡോമിനൻസ്, ഈ പ്രോക്സികളെ ഉപയോഗിച്ച് ഒരു ഇസ്ലാമിക് ഡോമിനൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇറാന്റെ താല്പര്യമായിരുന്നെങ്കിലും അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോബൽ ഓയിൽ സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഇസ്രയേലിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു റിസ്ക് എക്കാലത്തേക്കുമായിട്ട് എലിമിനേറ്റ് ചെയ്യുക, ഒരു ഇസ്ലാമിക് റഷീം അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞൊരു റീജിയണൽ പവറായിട്ട് വളർന്നു വരിക. അപ്പൊ അതിനകത്ത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങളെ ഒരുമിച്ച് വരുന്നു. ഓരോ ലക്ഷ്യത്തെ അവർ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്തേക്കാരനും വലിച്ചു വെച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ശരിക്കും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അമേരിക്ക ഒരിക്കലും പ്രിപ്പയർഡ് അല്ലാതല്ല, അല്ലെങ്കിൽ ഇറാനെ ഇത്രമാത്രം ഇറാൻ പ്രതിരോധിക്കുമെന്ന് കരുതാതെ പോയി ചെന്ന് ഈ വാറിൽ ചെന്ന് പെട്ടതല്ല. വളരെ ഒരുക്കമുണ്ടായി. നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പടയൊരുക്കം ഇതിനൊന്നും മിഡിൽ ഈസ്റ്റ് ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അമേരിക്ക ഭയപ്പെട്ട് കാണും അവിടെ ഒരു ക്രൂഡ് ന്യൂക്ലിയർ വെപ്പൺ പോലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോംബ് ഉണ്ടായിരിക്കാമെന്ന് പോലും കരുതി കാണണം. അതുകൊണ്ടാണ് ഇത്ര വലിയ ന്യൂക്ലിയർ സന്നാഹമുള്ള കപ്പലുമൊക്കെ ആയിട്ട് അമേരിക്ക ഇറാനെ ചുറ്റി വളഞ്ഞത്. അതിന്റെ പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ കരുന്ന വാർത്തകളും മാത്രമല്ല, ശരിക്കും ഇവയുടെ ഡിഫൻസ് ന്യൂസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്ലാൻ എ ആയിരുന്നു തുടക്കത്തിലേ പോവുക, അത് കഴിഞ്ഞ് എലിമിനേറ്റ് ചെയ്യുക, ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക, 2 തരം ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും ഒരു സാധ്യത എന്ന് പറയുന്നത് ഇറാൻ സറണ്ടർ ചെയ്യും. അതിലേക്ക് വന്നെങ്കിലും ഇറാൻ സറണ്ടർ ചെയ്തില്ല മാത്രമല്ല, പിന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിനകത്തുനിന്ന് ഒരു അപ്രൈസിങ് ഉണ്ടാകും, ആൾക്കാർ ഒരു പ്രക്ഷോഭനം ഉണ്ടാകും. അതിനെയും ഇറാൻ അടിച്ചമർത്തിയെന്ന് മാത്രമല്ല, ഒരു പ്രതീക്ഷിച്ച റഷ്യൻ ചേഞ്ച് ഉണ്ടായില്ല. അപ്പൊ അതിന് റഷ്യൻ ചേഞ്ച് ഉണ്ടാവുകയായിരുന്നെങ്കിൽ ആ പ്ലാൻ ബിയിൽ 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് ഒരു റഷ്യൻ ചേഞ്ച് ഉണ്ടാകുന്നു, ഇറാന്റെ ഓയിൽ കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ വരുന്നു, അവ യുദ്ധത്തിന്റെ അവസാനമായി മാറിയത്. പക്ഷെ അത് സംഭവിച്ചില്ല. ഇപ്പൊ 2 ആഴ്ചയിൽ സമയം കൊടുത്ത ശേഷമാണ് കൃത്യം 15ാമത്തെ ദിവസമാണ് അമേരിക്ക പ്ലാൻ ബി ആരംഭിക്കുന്നത്. അതായത് പറഞ്ഞ് 90% ഇറാന്റെ ഓയില് മൂവ് ചെയ്യുന്ന അവർ പറയുന്ന ക്രൗൺ ജുവൽ എന്ന് പറയുന്ന കാർഗോ ഐലൻഡിലെ അറ്റാക്ക് ചെയ്യുന്ന മാത്രമല്ല, അതിന്റെ അവിടുത്തെ ഓയിൽ സപ്ലൈ ഡിസ്റപ്റ്റ് ചെയ്തു. അപ്പൊ ഓയിൽ സപ്ലൈ ഡിസ്റപ്റ്റ് ചെയ്യുന്നത് വഴി അതിനുശേഷം അവരുടെ പദ്ധതി എന്ന് പറയുന്നത് ഈ വരും ദിവസങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഓഫ് ഹോർമസിനെ ഫ്രീ ആക്കുക, അതുവഴിയുള്ള ഓയിൽ സപ്ലൈ നടക്കാനുള്ളതാണ്. ഇനി അത് ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ഇടാൻ പോകുന്നൊരു അത് ഫൈനലായിരിക്കും. അതായത് ഈ കാലം തന്നെ ഡിസ്ട്രോയ് ചെയ്യുക, വർഷങ്ങളോടെടുക്കും വീണ്ടും ഇറാന്റെ ഓയില് ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിക്കാൻ. അങ്ങനെ വരുമ്പോൾ 10% വരുന്ന ഇറാന്റെ ഓയില് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഒഴിവാകുമെന്ന് മാത്രമല്ല, പരിപൂർണമായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ഒരു ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്യും, അവ ഓയിൽ സപ്ലൈ നടക്കുകയും ചെയ്യും. ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തട്ടി ഇതിന്റെ സംഭവിക്കുക, ഈ പറയുന്ന പേർഷ്യൻ ഗൾഫിനകത്തുള്ള കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, UAE ഈ 4 രാജ്യങ്ങളുടെ എണ്ണ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്നില്ല. അതിന്റെ ഷോർട്ടേജ് ആണ് മാർക്കറ്റിലെ പ്രൈസ് ഇൻക്രീസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ടെമ്പററി പ്രതിഭാസം ഉണ്ടാകുന്നത് നേരത്തെ അറിയാമായിരുന്നു. ആദ്യമായിട്ടുള്ള ഹോർമസ് അടയ്ക്കുന്നത്, അതായത് 1980 ഇവർ പറയുന്നൊരു അതായത് ടാങ്കർ വാർ എന്ന് പറയുന്ന കുറച്ചു കാലത്തെങ്കിലും അടച്ചിരുന്നു. അതിനുശേഷം ഗൾഫ് യുദ്ധകാലത്ത് അടച്ചിരുന്നു. അങ്ങനെ പല പ്രാവശ്യമായിട്ട് പല മേജർ ക്ലോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീർഘങ്ങളായിട്ടുള്ള ഈ ക്ലോഷർ എന്ന് പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് എന്നിരുന്നാലും വളരെ താമസിയാവുന്നതാകുമെന്നും ഹോർമസിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊന്നും ഇതും അതോടുകൂടി തീരും. അല്ല, ഇതിനകത്ത് പ്ലാൻ ബി നടന്നുകൊണ്ട് അത് കഴിഞ്ഞ് പ്ലാൻ സി എന്തായിരിക്കും ഉദ്ദേശിച്ചത്? പ്ലാൻ സി എന്ന് പറയുന്നത് ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടെ ആവാം. ഇപ്പം വളരെ വലിയൊരു സാധ്യതയുണ്ട് ഈ ഇറാന്റെ ഒരു സെക്കൻഡ് ലെവൽ നേതാവായിരുന്ന ഈ ലാരി ജനി എന്ന് പറയുന്ന അലി ലരേജൻ എന്ന് പറയുന്ന കഥാപാത്രം ഇറാനിലെ ഒരു ഇന്റർനാഷണൽ ഫേസ് ഉള്ളതാണ്. ഇപ്പൊ പെഷഷ്കാനും ദേഹവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഫോറിൻ മിനിസ്റ്റർ അല്ലാതെ ഇറാനിൽ ഒരു വ്യക്തി പോലും ഇന്റർനാഷണൽ ഫേസ് ഉള്ളവരില്ല. ഞാൻ നോക്കുവാണെങ്കിൽ ഫോറിൻ മിനിസ്റ്ററെയും ഈ പറയുന്ന പ്രസിഡന്റിനെയും പെഷഷ്കാനെയും ഇവർ ഒഴിവാക്കി നിർത്തിയിട്ട് ഈ ലാലിതനെ മാറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സ്റ്റേജില് അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നീട് ഈ പറയുന്ന IRGCയുടെയൊക്കെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ ഭാഗമായിട്ടോ നെഗോഷിയേറ്റ് ചെയ്യത്തില്ലെന്നും കൊമേനിയുടെ മരണത്തിന് പ്രതികാരം ചോദിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഒരു നേതാവായിട്ട് എമർജ് ചെയ്യുകയായിരുന്നു. അപ്പൊ അതിനകത്ത് നിലപ്പുമാണ് ഒന്നാലോചിക്കണം. ഒരു സമയത്ത് ഇറാന്റെ പ്രസിഡന്റ് പെഷഷ്കാൻ പറഞ്ഞു, ഞങ്ങള് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചതിനകത്ത് ഞങ്ങള് ഖേദിക്കുന്നു, ഇനി ആക്രമിക്കത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷവും അതിനെ ഓവർറൂൾ ചെയ്ത വ്യക്തി ഇദ്ദേഹമാണ്. അതുകൊണ്ടായിരിക്കും ആ വിസ നിശ്ചയിച്ച് ഇദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കുക. ഇനി ശേഷം 2 നേതാക്കന്മാരെന്ന് പറയുന്നത് 90% സാധ്യതയുണ്ട് അവർ അമേരിക്കയുമായിട്ട് ഒത്തുതീർപ്പിന് വരാനായിട്ട് അങ്ങനെ മോഡറേറ്റ് നേതാക്കന്മാരാണ് അവർ ആ വഴിയിലേക്ക് വരാൻ അനുവദിക്കാതിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ എലിമിനേഷൻ എന്ന് പറയുന്നത് അതിന് സാധ്യത ഉണ്ടാകും. ഇതിന് ഇറാൻ വഴങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന കാർഗോ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് അവിടുത്തെ ഓയിൽ സപ്ലൈ ഡിസ്ട്രോയ് ചെയ്യുന്ന വഴി ഇറാന്റെ ഓയിൽ ഒരു വിധത്തിലും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാതാകും. അതുകൊണ്ട് അത് ചൈനയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ലഭിക്കാതാകും. അത് കട്ടേരിയായി അമേരിക്ക ഈസി ആയിട്ട് പിന്മാറാം. ഇതിനകത്ത് ഈ ഓയിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇത് എത്രമാത്രം എഫക്ട് ചെയ്യും? കാരണം ഏകദേശം 45% ഓയിലും ഗ്യാസും ഒക്കെ വരുന്നത് ഈ ഹോർമസ് വഴി ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലായിട്ട് ഏകദേശം 1 കോടിയിലത് ഇന്ത്യക്കാരുണ്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ. അതായത് ഇന്ത്യയുടെ റെമിറ്റൻസ് ഇത് ബാധിക്കുന്നുണ്ട് ബേസിക്കലി. തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്?
തീർച്ചയായിട്ടും ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചോളം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടും വളരെ നമ്മുടെ എക്കണോമിക് എന്ന് പറഞ്ഞ ഒരു ലൈഫ് ബ്ലഡ് തന്നെയാണ്. ഈ ഒരു റെമിറ്റൻസ് ഫ്രം മിഡിൽ ഈസ്റ്റ് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ട്രേഡ്. അപ്പോൾ ഈ ഒരു 17 തൊട്ട് 20% വരെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അത് പ്രൈമറിലി നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് മീഥേനിൽ പെടുന്ന പ്രൈമറിയിൽ പെടുന്ന ആ നാച്ചുറൽ ഗ്യാസിന്റെ ഈ പറയുന്ന ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് വഴി കടന്നു വരേണ്ടത് ഈ മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടുക ആയതുകൊണ്ട് ഒരു 50 മുതൽ ഒരു 60% LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്ന പ്രൊപ്പൈന് ബ്യൂട്ടൈൻ എന്നൊക്കെ പറയുന്ന നമ്മൾ കുക്കിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് കടന്നു വഴിയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്ന ഒരു പക്ഷേ കുറച്ച് നാളുകളോ നീണ്ടു നിന്നേക്കാം, ചില മാസങ്ങളോ നീണ്ടു നിന്നേക്കാം വീണ്ടും സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക്. അതിനുമ്പ് ഇന്ത്യക്ക് അത് മാത്രമല്ല ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചത് വഴി ലോകം മുഴുവനും ഒരു എനർജി ക്രൈസിസ് ഉണ്ടാകുന്നില്ല. കാരണം ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഓയിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും ഇന്തോനേഷ്യയും മറ്റ് ജപ്പാനായി ഏഷ്യൻ രാജ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് എനർജി ക്രൈസിസ്. ഈ എനർജി ക്രൈസിസ് യൂറോപ്പിലോ അമേരിക്കയിലോ മൊത്തം കാണുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യക്ക് സംബന്ധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും ലോകത്തുണ്ടാകുന്ന മുഴുവൻ യുദ്ധങ്ങളെയും നമ്മൾ തമാശ പറഞ്ഞും ട്രോൾ ഉണ്ടാക്കിയും ഫോർവേഡ് ചെയ്തും ഒക്കെ രസിച്ചിരുന്ന ഇന്ത്യ 4 വർഷമായിട്ട് മിസൈലും ഡ്രോണും ബോംബും വീഴുന്ന യുക്രൈനിൽ നിന്നും കണ്ട് നമ്മള് കഥയും തമാശയും പറഞ്ഞിരുന്നപ്പോൾ നമുക്ക് കുക്കിംഗ് ഗ്യാസ് വിട്ടാതായി രാവിലെ കാപ്പിടങ്ങൊക്കെ വന്നപ്പോഴാണ് നമുക്ക് യുദ്ധത്തിന്റെ കെടുതിയെ പറ്റി ബോധ്യം വരുന്നത്. നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുന്നത് യുദ്ധം വലിയ ഭീകരമാണെന്ന് കരുതുന്നത്. ഇന്ത്യക്ക് ഭീകരമായിട്ടില്ല, പക്ഷെ ഭീകരമാവുക തന്നെ ചെയ്യും. ഒന്നാലോചിക്കണം, വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വെക്കേണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജിക് റിസർവ് ഇന്ത്യ ഉണ്ടാക്കാതിരുന്നത്? അല്ല, ലഭിച്ച അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. കാരണം ഇത് അറിയാവുന്നൊരു ടോപ്പിക്, ഇത് അറിഞ്ഞിരിക്കേണ്ട. ബേസിക്കലി ഇന്ത്യയിലെ ഈ പറയുന്ന സെൻട്രൽ പൂളിൻ്റെ അടുത്ത് ഈ ഉജ്ജ്വല സ്കീമിലെല്ലാം ഇന്ത്യയിലെല്ലായിടത്തും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം അത് ബേസിക്കലി അർബൻ ഏരിയയിൽ നിന്ന് എടുത്തിട്ടാണ് ഉജ്ജ്വല സ്കീമിന് റൂറൽ ഇന്ത്യയിൽ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇന്ത്യയുടെ ജനസംഖ്യ പഴയ ഗൾഫ് വാർ പോലെ അല്ല ഇപ്പൊ. അന്ന് 100 കോടിക്ക് താഴെയായിരുന്നു, 150 കോടിയാണ്. ഇതിന്റെ കൺസംഷൻ എന്ന് പറഞ്ഞ സംഭവം കൂടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇന്ത്യ എക്കോണമി മാറിയിട്ടുണ്ട്. ഈ അന്ന്, അതായത് പഴയ കാലത്ത് നമുക്കൊരു റിസർവ് ഉണ്ട്. എങ്ങനെ വന്നാലും എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് അതായത് ഇവരെ ആന്റിസിപ്പേറ്റ് ചെയ്തില്ലയോ? അതോ റിസർവിലുണ്ടായ പ്രശ്നമാണോ? അതോ ഇത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? അതായത് ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് വേസ്റ്റ് ആണോ? എന്താ ഇതിന്റെ കാര്യം? എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത്? ഇന്ത്യയെ സംബന്ധിച്ച് എനർജി നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടെന്നും എനർജി എക്കാലവും ആവശ്യമാണെന്ന് അറിയാമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഈ യുദ്ധം മുറുകുമ്പോൾ, അല്ലെ മിഡിൽ ഈസ്റ്റിലെ ഈ വാറ് മുറുകുമ്പോഴും, അതല്ല ഇന്ത്യക്ക് നേരെ ഉപരോധങ്ങൾ വരിക, അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ നിയന്ത്രണം വരിക, റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ട നിയന്ത്രണം വരുമ്പോഴും ശരിയായിട്ട് വിവേകപൂർവ്വം ഇന്ത്യ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓയിൽ സംഭരിക്കുകയും സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാന കോസ്റ്റ് ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും താങ്ങാനാക്കാത്തൊരു കോസ്റ്റാണ്. ഇന്നും $60 മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ക്രൂഡ് $120 വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനേക്കാളിൽ കൂടുതലായിരുന്നു ആ കോസ്റ്റ്. ഇതിന് ആദ്യമായിട്ടാണോ ഓയിലിന് ഇതുപോലെ ദൗർലഭ്യം മാർക്കറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഓയിലിന് വില കൂടുമെന്ന് കണ്ടത്? 70കളിലും 80കളിലും 90കളിലും ഒക്കെ നമ്മൾ കണ്ടതാണിത്. മറ്റു രാജ്യങ്ങൾക്കൊക്കെയുണ്ടല്ലോ ആ കാലത്ത് 70കളിലെ ഓയിലിന്റെ അത്രയുള്ള സ്കേസിറ്റി കാരണം അമേരിക്കയൊക്കെ ഹ്യൂജ് ആയിട്ട് മില്യൺസ് ഓഫ് ബാരൽസ് അവർ സ്ട്രാറ്റജിക് റിസർച്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഓയിലിന് പ്രൈസ് കൂടിയപ്പോഴത്തേക്കും ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുടെ സ്ട്രാറ്റജിക് റിസർവാണ് റിലീസ് ചെയ്യുന്നത്, ജപ്പാൻ ഉൾപ്പെടെ. ഇവരൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പക്ഷേ ഇന്ത്യക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ളതെന്ന് ആകുന്നു. അപ്പൊ അത് അതിനകത്തൊരു പാളിച്ച ഉണ്ടാകുന്ന വെച്ചാൽ പാളിച്ച എവിടെയാണ് പാളിച്ച ഉണ്ടായത്? പക്ഷെ നമുക്ക് ഓയിൽ കിട്ടാനിട്ടല്ല, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് കിട്ടിയപ്പോഴും നമ്മൾ അത് മാർക്കറ്റിലേക്ക് കൊടുത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് കുറയുകയും ചെയ്തില്ല. അപ്പൊ ഇത് ലാഭമുള്ള പോയി. അപ്പൊ കോർപ്പറേറ്റുകളെ സഹായിക്കായിരുന്നു ഇന്ത്യയുടെ ഉദ്ദേശം. അപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ ഒരു ഓയിലിനകത്തുള്ള ഇത് കൈകാര്യം ചെയ്യുന്നതിനകത്ത് വലിയൊരു വീഴ്ചയുണ്ട്.
നാച്ചുറൽ ഗ്യാസിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓയിലിനകത്തോ അതല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസിനകത്തോ നമുക്ക് ഷോർട്ടേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഒരു ഒരു മുൻകരുതലില്ലാതെ പോകാൻ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ അത് ആന്റിസിപ്പേഷനോ സ്റ്റോറേജ് മാനേജ്മെന്റോ എന്താണ് ഇതിന്റെ തിരിച്ച്? കൃത്യമായിട്ട് എനിക്ക് അതിന്റെ ടെക്നോളജി എല്ലാം ചോദിച്ചാൽ ഒരു വൈദഗ്ധ്യം എനിക്കില്ല. എന്നിരുന്നാലും മറ്റു രാജ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു വികസിത രാജ്യങ്ങൾക്ക് ഇത് പെട്രോളിയം പ്രോഡക്ട്സ് സ്ട്രാറ്റജി റിസർച്ച് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് സൂക്ഷിക്കാൻ കഴിയേണ്ടത് തന്നെയാണ്. അപ്പൊ അതെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് രാജ്യത്ത് പലതായിട്ട് സൂക്ഷിക്കാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ എന്തെങ്കിലും ഇതിന്റെ ഒരു വലിയ തെറ്റിലേക്ക് കടന്നോ അല്ല വലിയ പാളിച്ചുണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല. തീർച്ചയായിട്ടും അടുത്ത കാലത്തുണ്ടായ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ടായ ബന്ധവും ഇപ്പൊ ഏറ്റവും നിൽക്കുന്ന ബന്ധവും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആശാവഹമാണ്. ഇന്ത്യയുടെ നല്ല ഭാവി ഉണ്ടാകും. മാത്രമല്ല ഇപ്പൊ കാണുന്ന ഈ ഒരു ക്രൈസിസിനകത്ത് വളരെ തന്ത്രപൂർവ്വം അമേരിക്ക നേറ്റോ രാജ്യങ്ങളോട്, അത് സെലക്ടഡ് നേറ്റോ രാജ്യങ്ങളോട് മാത്രം ഈ പേർഷ്യൻ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഈ ഹോർമോസിലേക്ക് പെട്രോളിംഗ് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുണൈറ്റഡ് UK പറഞ്ഞു, ഇംഗ്ലണ്ട് ബ്രിട്ടനോട് പറഞ്ഞു അവരുടെ മൈൻഡ് സ്വീപ്പർ അയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞതിന്റെ കൂട്ടത്തില് ഈ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്രാൻസിനോട്, UK ജപ്പാനോട്, സൗത്ത് കൊറിയയോട്, കൂട്ടത്തിൽ ചൈനയോടും പറഞ്ഞു. വളരെ അത്ഭുതകരമല്ലേ ചൈനയോടും ഇതിനകത്ത് വരാൻ പറയുന്ന പർപ്പസ് എന്ന് പറയുന്നത്. ഞങ്ങളെ ഒരു പക്ഷേ ചൈനയോട് പറയാനായിരിക്കാം ഈ ഹോർമോസ് കടൽ യുദ്ധം ചെയ്തിട്ടല്ലേ ഹോർമോസ് കടലിലേക്ക് ഞങ്ങൾ തോൽക്കാൻ ആരംഭിച്ചപ്പോൾ നിങ്ങൾ സഹായിച്ചില്ല, ഇനി ഇത് എണ്ണയില്ലെന്ന് പറയാനാവാം. ഒരു കാരണം കണ്ടുപിടിക്കുക ചൈനയ്ക്കെതിരെ. എന്തുകൊണ്ട് ജർമ്മനി ഒഴിവാക്കി, എന്തുകൊണ്ട് ഇറ്റലി ഒഴിവാക്കി, എന്തുകൊണ്ട് ഇന്ത്യ ഒഴിവാക്കി? ഇന്ത്യ വളരെ ഫലപ്രദമായിട്ട് സൊമാലിയ പൈറേറ്റ്സിനെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നേവി എത്ര പ്രഗത്ഭമായിട്ടാണ് അറേബ്യൻ കടലില് നമ്മൾ അന്ന് ശരിക്കും പെർഫോം ചെയ്തത്. എത്രയോ വെഞ്ചറിനകത്ത് അവർ ഇൻവോൾവ് ചെയ്തു, എത്രയോ ഷിപ്പുകൾ അവർ മോചിപ്പിച്ചു. അത്രമാത്രം പ്രഗത്ഭമായ ഒരു ഇന്ത്യൻ നേവി ഈ പറയുന്ന നമ്മുടെ ബാക്ക് യാർഡ് വെള്ളപ്പിഴ എന്തുകൊണ്ട് ഇന്ത്യയോടെ ഹോർമോസ് പിടിപ്പിക്കാൻ വേണ്ടി വരാൻ അമേരിക്ക ആവശ്യപ്പെട്ടില്ല? അന്ന് ഇന്ത്യ അമേരിക്ക നിവൃത്തിയില്ലാതെ ഒരു സഹായം ചോദിക്കുകയോ ഞങ്ങൾ സഹായിക്കണമെന്ന് പറയുകയല്ല. അമേരിക്ക തന്ത്രപൂർവ്വം അടുത്ത സ്റ്റേജിലേക്ക് കളിക്കുകയാണ്. ഇന്ന് ഒരു നേറ്റോ രാജ്യം അമേരിക്ക ഒരു യുദ്ധസന്നാഹമായ സംഭവം ഉണ്ടായപ്പോൾ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നേറ്റോയിലെ സഖ്യകക്ഷികൾ സഹായിച്ചതിന് മാത്രമല്ല, ദിസ് ഇസ് നോട്ട് അത് വാർ എന്ന നോർഡിക് കൺട്രീസ് എന്ന് പറഞ്ഞത്. അതായത് ഐസ്ലൻഡും ഡെൻമാർക്കും ഈ പറയുന്ന സ്വീഡനും ഫിൻലൻഡും ഒക്കെ ചേർന്നുള്ള നോർവേയും ചേർന്നുള്ള ഈ 5 രാജ്യങ്ങളും കാനഡയുടെ പ്രൈം മിനിസ്റ്ററും ചേർന്ന് കഴിഞ്ഞ ദിവസം സ്വീഡനിൽ പ്രസ്താവന ഉണ്ടായിരുന്നു, ദിസ് വാർ ഈസ് നോട്ട് അവേഴ്സ്, നിങ്ങളുടെ യുദ്ധമല്ല. നേരെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നേറ്റോ രാജ്യങ്ങളുടെ അംഗരാജ്യം ഒരു യുദ്ധം നേരിടുമ്പോൾ ടോട്ടൽ യുക്രൈൻ യുദ്ധത്തിലൂടെ നമ്മളെ ട്രംപി ഭാഷ വരാനിരിക്കും, ഇന്ത്യ ഞങ്ങളുടെ യുദ്ധമല്ലെന്ന് വരാനിരിക്കും. അതിലേക്കാണ് ഒരു പക്ഷേ ഇത് നീളുന്നത്. ഇത് ബേസിക്കലി അതിനൊരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് നേറ്റോ പൊളിഞ്ഞു. നേറ്റോ ശരിക്കും ഒരു വൻ ശക്തിയാണ്, നല്ല ശക്തിയാണ്. പക്ഷെ ഇപ്പൊ അമേരിക്കയ്ക്ക് നേറ്റോയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ നേറ്റോയുടെ ഇത്തരം രാജ്യങ്ങളെല്ലാം ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നേറ്റോയുടെ മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരല്ല. നേറ്റോയുടെ ഒട്ടുമിക്ക രാജ്യങ്ങളും നേറ്റോയുടെ ഒരു ഗ്രൂപ്പ് ഒഴിവാക്കേണ്ട ഒരു ഗ്രൂപ്പ് ഒരു പക്ഷേ അമേരിക്ക ഉണ്ടാവാം. അവരെ ഒഴിവാക്കി നേറ്റോ ഇന്ന് കാണുന്ന രീതിയിൽ തുടർന്നു പോകാൻ സാധ്യത. ലോകത്തെ ഒട്ടുമിക്ക ഈ പറഞ്ഞത് ന്യൂ ഓർഡർ എന്ന് പറയുന്നത് ലോകത്തിന് കാണുന്ന ഒട്ടുമിക്ക ഇന്റർനാഷണൽ ഏജൻസികളും അല്ലെ ഇന്റർനാഷണൽ സംവിധാനങ്ങളും ഒഴിവാകാനാണ് സാധ്യത. നേറ്റോടൊപ്പം അടുത്ത ഒരു തകർച്ച നേരിടുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ ഒരു സംവിധാനം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും. യൂറോപ്യൻ യൂണിയൻ 2-tier റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേറ്റോയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാകും. ഇനി വരാൻ പോകുന്നത് UK-യുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ ഷാഗോസ് ദ്വീപസമൂഹം എന്ന് പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ദ്വീപഭാഷയ്ക്കകത്ത് പിരി നോക്കുന്നുണ്ട്. അത് വിട്ടുകൊടുക്കുന്നതിനെതിരെ ഇംഗ്ലണ്ടിനെതിരെ അല്ലെ ബ്രിട്ടനെതിരെ അമേരിക്ക തിരിയും. ഗ്രീൻലാൻഡ് ഈ കഴിഞ്ഞ ദിവസവും ഡെൻമാർക്ക് നടന്ന ഈ 5 രാജ്യങ്ങളുടെയും കാനഡ ഉൾപ്പെടെ രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രസ് കോൺഫറൻസിനകത്ത് ഏറ്റവും വലിയ ചോദ്യം, ഏറ്റവും
ഉയർന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് തമ്മിലുള്ള അമേരിക്കയുടെ ഡിമാൻഡിനെ പറ്റിയാണ്. അതിന് വ്യക്തമായിട്ടും ഒരു ആർക്ക് ഇല്ലെന്നുള്ളതാണ്. അവർ പറയുന്നത് ഇഫ് ദേ ആർ ടേക്കിംഗ് അത് ഫോഴ്സ്ഫുള്ളായിട്ട് അമേരിക്ക എടുക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ ഈ തിങ്കളാഴ്ച അവർ സംസാരിക്കുകയാണ്, ഡെൻമാർക്കിൽ സംസാരിക്കുകയാണ്, അമേരിക്ക അത് ഫോഴ്സ്ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നേറ്റോ തകരും എന്നൊരു പ്രസ്താവനയാണ് വരുന്നത്. അപ്പൊ നേറ്റോ അംഗത്തിന്റെ തന്നെ ഒരു അംഗരാജ്യമായ ഡെൻമാർക്കിന്റെ ഒരു ഭൂവിഭാഗമായിട്ടുള്ള ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ നേറ്റോ തകരുമെന്ന് അവർ പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർ അംഗരാജ്യം അല്ലാതെ തീർന്നിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗൾഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ജോബ് ലോസ് ഉണ്ടാകുന്ന പറയുന്നത് ഗ്ലോബലി, മിഡിൽ ഈസ്റ്റിൽ ഇതുമായിട്ട് അങ്ങനെ സാധ്യതയുണ്ടോ? ഒരു പക്ഷേ നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കേട്ടത്തില്ലെങ്കിലും നഗിച്ചല്ലേ സാധ്യത. കാരണം ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും നാച്ചുറൽ റിസോഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് റീബിൽഡ് ചെയ്യേണ്ടി വരത്തില്ല. ഈ തകർന്ന യുദ്ധത്തിൽ തകർന്ന ഗാസ റീബിൽഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇറാൻ റീബിൽഡ് ചെയ്യുന്നത്. ഇറാൻ ഓയിൽ ഉണ്ടല്ലോ. അപ്പൊ ഇറാന്റെ ഈ ഓയിൽ യൂസ് ചെയ്ത് അല്ല റവന്യൂ മറ്റൊരു സൗദി അറേബ്യയോ മറ്റൊരു ദുബായിയോ അല്ലെങ്കിൽ മറ്റൊരു ഖത്തറോ ഒക്കെ ആയിട്ട് വരത്തില്ലേ? അപ്പോഴത്തേക്ക് ഇന്ത്യക്ക് നിങ്ങൾക്ക് അവസരമായിരിക്കത്തില്ലേ ഇറാനിലേക്ക് റീബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായിരിക്കത്തില്ല സാധ്യത. അല്ല, ഇതിനകത്ത് ഗ്ലോബൽ എക്കോണമി വാർ ചെയ്യുമ്പോൾ വീണ്ടും റീബൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് റീഗെയിൻ ചെയ്യുന്നത്? യുദ്ധം എന്ന് പറയുന്നത് വെസ്റ്റേൺ വേൾഡിൽ നിന്നും ലാഭകരമായിട്ടുള്ള പ്രസ്ഥാനമല്ലേ? കാര്യം കഴിഞ്ഞ പ്രാവശ്യം ട്രംപിന്റെ മകന് നമ്മുടെ ഖത്തറിൽ നിന്ന് എക്കണോമിക് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഷയുണ്ട്, there is no money in peace, there is money in war. യുദ്ധത്തിനകത്താ പണം. അപ്പൊ യുദ്ധത്തിനകത്ത് രണ്ടു തരമുണ്ട്. ഇന്ന് റീബിൽഡിങ് വരുന്നുണ്ട് ഇതിന് പുറകെ. അപ്പൊ അതിന് റീബിൽഡിങ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് വെറുതെ പോയി ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തോ ഏതെങ്കിലും ദരിദ്ര രാജ്യത്തോ യുദ്ധം ചെയ്യുന്ന പോലെ അല്ലല്ലോ മിഡിൽ ഈസ്റ്റിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കുവൈറ്റിന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്തത് വെറുതെ ആയിരുന്നില്ലല്ലോ. ദീർഘനാൾ ഇറാഖിന്റെ ഓയില് ഈ കോമ്പൻസേഷന് വേണ്ടി ഉപയോഗിച്ചില്ലേ? നേരെ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കുണ്ടായ ഇവരും നിയന്ത്രണമെന്ന് അമേരിക്കയുടെ കൈ വരുന്നു കഴിഞ്ഞാൽ നാളെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കുണ്ടായ അല്ലെങ്കിൽ മറ്റ് ഇറാൻ ആക്രമിച്ച രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ ഒരുപക്ഷെ അവരുടെ ഓയിൽ റവന്യൂ, തടയപ്പെട്ട ഓയിൽ റവന്യൂ അല്ലെങ്കിൽ ഈ $120 ഇന്ന് മാർക്കറ്റിലുള്ള ഓയിൽ ഉള്ളപ്പോൾ ആ മാർക്കറ്റിൽ ഓയിൽ വിൽക്കാനൊക്കാതെ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാഭം പോലും നിങ്ങളെ ഇറാന്റെ ഓയിൽ വിറ്റ് അമേരിക്ക ഈടാക്കി അവർക്ക് കൊടുക്കത്തില്ലെന്ന് ആര് കണ്ടു? ആ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് രാജ്യത്തെ റീബിൽഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ ഗ്ലോബൽ എക്കോണമി വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടും റഷ്യ ഒരു ഗെയിനറാണ്. റഷ്യയെ ഇവരെ വീണ്ടും അമേരിക്ക ഗ്ലോബൽ എക്കോണമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, റഷ്യയുടെ ഏറ്റവും എംബാഗോ എന്ന് പറയുന്നത് ലോകം മുഴുവൻ യൂറോപ്പും അമേരിക്കയും ചേർന്ന് റഷ്യക്കെതിരെ എംബാഗോ ഏർപ്പെടുത്തിയിട്ട് ആരുടെ അനുവാദമില്ലാതെ അമേരിക്കയാണ് നിശ്ചയിക്കുന്നത് റഷ്യക്ക് വിൽക്കാമെന്ന്. ഇതൊക്കെ വൈറ്റ് ഹൗസ് തീരുമാനിക്കുന്നത്. അതാണ് ലോകത്തെ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വെറുതെ വന്നിട്ട് മോദി മഹാനാണ് അല്ലെങ്കിൽ നമ്മൾ ട്രംപ് പേടിച്ചു എന്നൊക്കെ പറയുന്നത് അതല്ല വാസ്തവം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ല, അമേരിക്കയുടെ ലക്ഷ്യവും നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഗ്ലോബൽ പവറായിട്ട് മാറാൻ നോക്കാൻ ഒരേ ഒരു ഗ്ലോബൽ പവറായിട്ട് മാറും. ഇസ്രയേൽ ഒരു റീജിയണൽ സൂപ്പർ പവറായിട്ട് മാറും. അമേരിക്ക എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ സൂപ്പർ പവറും ഇസ്രയേൽ എന്ന് പറഞ്ഞ റീജിയണൽ സൂപ്പർ പവറും അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. അതിനോട് എതിർത്ത് നിൽക്കുന്ന ഭാഗങ്ങളും ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഒരു തകർച്ച തന്നെ ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. നല്ലൊരു അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി താങ്ക് യു.